കീമിൽ എന്തായാലും സർക്കാർ അപ്പീലില്ല. പഴയ ഫോർമുല പ്രകാരം അത് പിന്തുടരുക തന്നെ ചെയ്യും. ഒപ്പം ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി ആർ ബിന്ദു തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വിദ്യാർത്ഥികളുടെ ഭാവി അഡ്മിഷൻ ആണ് പ്രധാനം നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്താണ് മന്ത്രി പറയുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം കോടതി ഉത്തരവ് അംഗീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് അത് പിന്തുടരുന്നു. പഴയ ഫോർമുല പ്രകാരം എങ്ങനെയാണോ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് അത് പ്രകാരം ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് വരും. കാരണം ഈ കോടതി ഉത്തരവ് വന്ന ഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ. അത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് ഇന്ന് പുറത്തു വരുമെന്നാണ് പറയുന്നത്. അപ്പോഴും മന്ത്രി പങ്കുവയ്ക്കുന്ന ഒരു ആശങ്ക, ഇത്തരത്തിൽ പ്രോസ്പെക്ടസ് മാറ്റാനുള്ള അധികാരം സർക്കാരിനുണ്ട്, അത് കോടതി കണ്ടില്ല എന്ന് മന്ത്രി പറയാതെ പറയുന്നുണ്ട്. അതായത് കോടതി അത് അംഗീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ആശ്ചര്യം മന്ത്രി പ്രകടിപ്പിച്ചു സംസാരിച്ചതിനിടയിൽ. പക്ഷേ എന്തായാലും നിലവിൽ ഇപ്പോൾ അഡ്മിഷന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അഡ്മിഷനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറ്റ് ചിന്തകളില്ല. ഈ പഴയ പ്രോസ്പെക്ടസിന്റെ രീതി, അതായത് ഫോർമുല എന്തായിരുന്നു അത് പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞു. ഇവിടെ വരാനുള്ള പ്രതിസന്ധി, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, അതിൽ റാങ്ക് പട്ടിക വന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ റാങ്കുകൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ആ റാങ്കുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് റാങ്ക് മാറാനുള്ള സാധ്യതയുണ്ട്, അത് എന്ത് ചെയ്യാൻ കഴിയും, കോടതി പറഞ്ഞ് അംഗീകരിച്ചല്ലേ കഴിയൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് റാങ്കുകൾ മാറാൻ സാധ്യതയുണ്ട്. 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ പ്രഖ്യാപിച്ചതാണ്. അതിലൊക്കെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുട്ടികളുടെ അഡ്മിഷനാണ് ഏറ്റവും പ്രാധാന്യം. തീർച്ചയായിട്ടും രാഹുൽ, എന്തായാലും പുതിയ റാങ്ക് ലിസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നുണ്ട്.